ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചൂടുകാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വാട്ടർ മെലൺ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വാട്ടർ മെലൺ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മധുരമുള്ള വാട്ടർ മെലൺ ആണ് കേട്ടോ. ഇത് ഞാൻ അതിന് വേണ്ടി കുറച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റുമെന്ന്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ കുരുവെല്ലാം കളയണം. മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചിട്ടല്ലേ ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം അതിൽ കിടക്കും. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിൽ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമെന്ന്. ഞാനിതൊരു 3 ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വാട്ടർ മെലൺ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മിക്സീൻ്റെ ജാറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഇതിൻ്റെ തന്നെ നമുക്ക് ധാരാളം വെള്ളം ഉണ്ടാവും. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ പാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ആവശ്യമുള്ള അത്രയും പഞ്ചസാര ഇടാം. അതിന് ശേഷം ഞാനിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ല ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടായി. കണ്ടില്ലേ, നല്ല ചൂട് സമയത്തെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഷേക്കാണിത്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളിത് അടിച്ചെടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഒന്നുകൂടി നല്ല തണുപ്പ് കിട്ടും. ഇത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഒരു തണുപ്പും ഉണ്ടാവും. ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ ടോപ്പിംഗ് ആയിട്ട് വാട്ടർ മെലൺ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വാനില അല്ലെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പിംഗ് ആയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്